ഹലോ, നമ്മൾ 2025 വിയറ്റ്നാമിലേക്കായിരുന്നു ട്രിപ്പ് പോയിരുന്നു. ഹനോയിലെ നോയ് ബൈ എയർപോർട്ടിലായിരുന്നു അറൈവൽ. അവിടെ നിന്ന് പിന്നെ ട്രാവൽ ചെയ്ത് നമ്മൾ നേരെ റൂമിലേക്കാണ് പോയത്. റൂമെല്ലാം നൈസ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. അന്ന് പിന്നെ നമ്മൾ റെസ്റ്റ് ചെയ്ത് ഈവനിങ് തന്നെ നമ്മൾ ഹനോയിലെ ട്രെയിൻ മാർക്കറ്റ് കാണാൻ പോയി. എല്ലാവരും വീഡിയോയിലൊക്കെ കാണുമായിരിക്കുമല്ലോ, ട്രെയിനിൻ്റെ അടുത്തിരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. എനിക്ക് അവിടെ കണ്ടിട്ട് അത്ര സ്പെഷ്യലായിട്ടൊന്നും തോന്നിയില്ല. റോട്ടിൽ കൂടെ ട്രെയിൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ പോകുന്ന സെയിം സിറ്റുവേഷൻ തന്നെയായിട്ടാണ് എനിക്കും ഫീൽ ചെയ്തത്. പക്ഷേ കൊള്ളായിരുന്നു അവിടുത്തെ ഒരു എക്സ്പീരിയൻസ്. സെക്കൻഡ് ഡേ നമ്മുടെ ട്രാവൽ ഡെസ്റ്റിനേഷൻ സാപ്പ എന്ന് പറഞ്ഞ പ്ലേസ് ആയിരുന്നു. നാട്ടിൽ മൂന്നാറൊക്കെ പോലെയുള്ള ഒരു സ്ഥലമായിരുന്നു. നമുക്ക് ഏർലി മോർണിംഗ് പോകണമായിരുന്നു. ബസ്സിലായിരുന്നു ട്രാവലിങ്. ബസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. അവർ ട്രാവലിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. വൺസ് ഇൻ എ ലൈഫിൽ അത് ട്രൈ ചെയ്യണം. നമുക്കിങ്ങനെ കംഫർട്ടബിളായിട്ട് ട്രാവൽ ചെയ്യാനും കാഴ്ചകളൊക്കെ കണ്ടു പോകാനും ഈസി ആയിരുന്നു. അവർ ഫുഡെല്ലാം നമുക്കതിൽ സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഒരു 4 to 5 hours ട്രാവലിന് ശേഷമാണ് നമ്മൾ സാപ്പയിൽ എത്തുന്നത്. സാപ്പയിൽ ആ ടൈമിൽ റെയിനി ടൈമായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നമുക്കങ്ങനെ റെയിൻ അത്രയൊന്നും കിട്ടിയില്ലായിരുന്നു. പക്ഷെ നമ്മൾ ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ പോകുന്നത് കാറ്റ് വില്ലേജ് എന്ന് പറഞ്ഞൊരു പ്ലേസിലേക്കാണ്. അത് കുറച്ച് ദൂരം നടക്കാനുണ്ട്. നടന്നതിന് ശേഷം അവിടെ എത്തുള്ളൂ. അപ്പോൾ അതിനിടയിൽ ഇങ്ങനെ കുറേ ഹോട്ടൽസൊക്കെ കാണാം. എല്ലാ ഹോട്ടൽസും കുറേ പ്ലാന്റ്സൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എല്ലാം റിയൽ പ്ലാന്റ്സ് ആണ്, ഒന്നും ആർട്ടിഫിഷ്യൽ അല്ല. നമ്മളിവിടെ റീച്ച് ആവുന്നേക്കാളും മുമ്പ് തന്നെ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം നമുക്ക് മഴയുടെ ഒരു പ്രോബ്ലം കിട്ടിയില്ലായിരുന്നു. ഇവിടുത്തെ ചർച്ചായിരുന്നു കാണുന്നുണ്ടായിരുന്നത്. ഇവിടുത്തെ മൗണ്ടെയ്ൻസ്, ലാൻഡ്സ്കേപ്പും ഗ്രീനറി എല്ലാം അടിപൊളിയായിരുന്നു. നമുക്ക് കാറ്റ് വില്ലേജിലേക്ക് പോകണമെങ്കിൽ ഒരുപാട് ലെയേഴ്സ് താഴേക്ക് ഇറങ്ങിയിട്ട് വേണം ഇങ്ങനെ പോകണമെങ്കിൽ. അതായത് ഒരുപാട് സ്റ്റെപ്സ് ഉണ്ട്. താഴെ കാണുന്ന മൗണ്ടെയ്ൻസിൻ്റെ അവിടെ നമുക്ക് കുറേ വീടുകളൊക്കെ കാണാം. അവിടേക്കാണ് നമുക്ക് എത്തേണ്ടിയിരുന്നത്. നമ്മൾ ഫസ്റ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ചേ ഉള്ളൂ എന്നാണ്. പക്ഷേ നടന്ന് പോകുന്ന വഴിയിൽ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ നല്ല കാറ്റും അതുപോലെ തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയറും കാണാൻ രണ്ട് സൈഡിലാണെങ്കിലും അടിപൊളിയായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ബോറിങ് ഉണ്ടായിരുന്നില്ലായിരുന്നു. നമ്മളൊരു ഷോർട്ട് കട്ട് ത്രൂ ആണ് നമ്മൾ താഴേക്ക് എത്തിയത്. അപ്പോൾ ഇവിടെ രണ്ട് സൈഡിലും ഇങ്ങനെ ഷോപ്പിംഗ് ആണ്, ഫുള്ള് ട്രഡീഷണൽ ഡ്രസ്സസിൻ്റെ. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് നോക്കുമ്പോൾ ഇങ്ങനെ കുറേ മരത്തിൻ്റെ ഇടയിൽ കുറേ വീടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല ഭംഗിയിൽ അവർ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു വില്ലേജിലൂടെ പോകുന്ന പോലെ തന്നെ. അപ്പോൾ അവിടെ കേബിൾ കാർസ് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ നെക്സ്റ്റ് ഡേ നമുക്ക് കേബിൾ കാറിലുള്ള ജേണി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടെയാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ അവർ കാണിച്ചു തന്നിരുന്നു. പിന്നെ ഇവിടുത്തെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ബാഗ്സ്, കുറേ ഡ്രസ്സസ്, അങ്ങനെ ഷോപ്പിംഗ് ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു പ്ലേസ് ആയിരുന്നു. നമുക്ക് ഈ കോസ്റ്റ്യൂംസൊക്കെ ധരിച്ചിട്ട് അവിടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ നമ്മളതൊന്നും ചെയ്തില്ലായിരുന്നു. നമുക്ക് അതിനുള്ള സമയം ഉണ്ടായിരുന്നില്ലായിരുന്നു. കാറ്റ് വില്ലേജിൽ ഏറ്റവും താഴെ എത്തുമ്പോൾ കാണുന്ന ഒരു വില്ലേജാണിത്. പണ്ട് കാലത്ത് വിയറ്റ്നാമിൽ ആ ഒരു വില്ലേജ് ഉണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു അവരത്. ഇപ്പോൾ വീണ്ടും ഒരു ടൂറിസ്റ്റിനൊക്കെ പോകാൻ പറ്റിയ ഒരു പ്ലേസ് പോലെ അവർ അറേഞ്ച് ചെയ്ത് സെറ്റാക്കിയേക്കുന്നതാണ് അത്. കാറ്റ് വില്ലേജിൽ നമുക്ക് ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യുന്ന കുറേ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കണ്ടു കഴിഞ്ഞ് വന്നപ്പോൾ ഈവനിങ് ആയിരുന്നു. പിന്നെ അതിന് കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് പോവുകയാണ് ചെയ്തത്. തേർഡ് ഡേ നമ്മൾ ഫാനിസ് പാൻ മൗണ്ടനിലേക്കായിരുന്നു പോയിരുന്നത്. നമ്മൾ ഈ കാണുന്ന ട്രെയിനിലൂടെയാണ് പോകുന്നത്. നമുക്ക് ബസ് പോലെ തോന്നുമെങ്കിൽ ഒരു ട്രെയിനാണത്. അപ്പോൾ നമ്മൾ ട്രെയിൻ സ്റ്റേഷൻ ഉണ്ട്. ട്രെയിൻ സ്റ്റേഷൻ്റെ ഉള്ളിൽ കയറി ഇങ്ങനെ ബസ്സിൽ വേണം ഒരു അരമണിക്കൂർ നമ്മൾ ട്രാവൽ ചെയ്യാനുണ്ട്. അതിൽ അരമണിക്കൂർ പോയിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ചെന്നിട്ട് വേണം അവിടെ കേബിൾ കാറിൽ പോകാനായിട്ട്. ട്രെയിനിൽ നിന്ന് വന്നിട്ട് പിന്നെ നമ്മൾ ഈ കേബിൾ കാറിലാണ് പോവുക. ഇതൊരു 40 മിനിറ്റ്സിനടുത്തുണ്ട് നമുക്കതിൽ ട്രാവൽ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൽ എനിക്കാണ് ഒരു 30 to 35 ആളുകൾ കയറും ഒരു കേബിൾ കാറിൽ. അപ്പോൾ അതിൽ നമ്മൾ കയറിയിട്ട് ഇങ്ങനെ മുകളിലെത്തുകയാണ് ചെയ്യുക. അവിടെ എത്തി കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഒടുക്കത്തെ കാറ്റായിരുന്നു. ഫോഗായിരുന്നു ഭയങ്കരമായിട്ട്. മഴ ചെറുതായിട്ട് ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഭയങ്കര ഫോഗും ഭയങ്കര തണുപ്പായിരുന്നു.
അപ്പോൾ റെയിൻകോട്ടൊക്കെ നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഇവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന്. അത് കാരണം കൊണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ ആ ഒരു എക്സ്പീരിയൻസ്. അത് വൺസ് ഇൻ എ ലൈഫ് എല്ലാവരും എൻജോയ് ചെയ്യേണ്ടതാണ്. അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇൻഡോ ചൈനയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ റീജിയനിലാണ്. സ്പാനിൽ തന്നെ ഒരു ടെമ്പിളാണ് ഈ കാണുന്നത്. ഈ ടെമ്പിളിൽ ബുദ്ധയുണ്ട്. അപ്പോൾ അതിന് ഡെക്കറേറ്റ് ചെയ്തേക്കുന്നത് ഫുള്ള് ഫ്രൂട്ട്സ് വെച്ചിട്ടാണ്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചിരുന്നത് ഈ ഫ്രൂട്ട്സ് എല്ലാം ഡ്യൂപ്ലിക്കേറ്റ്സ് ആണെന്നാണ്. പക്ഷെ എല്ലാം ഒറിജിനൽ ഫ്രൂട്ട്സ് വെച്ചിട്ടാണ് ഇവർ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നവർക്ക് സെർവ് ചെയ്തേക്കുന്ന പോലെയാണ് അവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് നമ്മൾ പോയത് പേൾ മാനുഫാക്ചറിങ് പ്ലേസിലാണ്. അവർ നമുക്ക് അവിടെ വെച്ചിട്ട് ഒരു പേൾ എങ്ങനെയാണ് ഉണ്ടാവുന്നതിനുള്ള എല്ലാ ക്ലാസ്സും പറഞ്ഞു തന്നിരുന്നു. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. To make a special food in Halong. ഫോർത്ത് ഡേയിൽ നമുക്ക് ഹെലോങ്ങിലേക്കാണ് പോകേണ്ടത്. അത് ക്രൂസിലായിരുന്നു നമ്മുടെ യാത്ര. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്ന ഒരു കേവിലേക്കാണ്. ലുവാൻ കേവ് എന്നാണ് പേര്. അപ്പോൾ ആ കേവിലേക്ക് പോകുന്ന ആ കേവാണ് കാണുന്നത്. അതിലേക്കുള്ളൊരു വേ ആണ്. ഇപ്പുറത്തെ ആളുകൾ ഇങ്ങനെ നടന്നു പോകുന്ന ചെറുതായിട്ട് കാണാൻ പറ്റും. അതിലൂടെ ആ സ്റ്റെയർ കയറി പോയിട്ട് വേണം ആ കേവിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ആ കേവിലെത്തിയതിന് ശേഷമുള്ള വ്യൂ ബാക്കി വീഡിയോയിൽ കാണാം. കേവിൻ്റെ ഉള്ളിലെ വ്യൂ ആയിരുന്നു ഇത്. അതൊരു എക്സ്ട്രീം വേറൊരു വേൾഡ് പോലെ തന്നെയായിരുന്നു നമുക്ക് അതിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ കണ്ടത്. അപ്പോൾ അത് കഴിഞ്ഞിതാ നമ്മുടെ ക്രൂസ് വീണ്ടും വന്നു തുടങ്ങി. നമുക്ക് പോകാനുള്ള സമയമായി. അതിനുശേഷം അവിടെ നിന്ന് നമ്മൾ വേറെ ഇതുപോലെ ചെറിയ ചെറിയ ഐലൻഡിലേക്കാണ് പോയത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടിലാണ് നമ്മളിങ്ങനെ ഐലൻഡിലേക്ക് പോയത്. അതിൻ്റെ ആ കാണുന്ന ഒരു ഗ്യാപ്പിൽ കൂടെ ആയിരുന്നു നമ്മുടെ ഒരു ജേണി ഉണ്ടായിരുന്നത്. അതും അടിപൊളിയായിരുന്നു. ഈ ഡേ ഫുള്ള് നമുക്ക് ഈ ഐലൻഡിൽ തന്നെയായിരുന്നു. നെക്സ്റ്റ് ഡേ നമുക്ക് ട്രാവൽ ചെയ്യണമായിരുന്നു ഹനോയിൽ നിന്ന് ഡനാങ്ങിലേക്ക്. സോ നമുക്ക് അന്നത്തെ ജേണി നേരത്തെ കഴിഞ്ഞു. ഹനോയിൽ നിന്ന് നമ്മുടെ ഫ്ലൈറ്റ് മോർണിംഗ് 7 ആയിരുന്നു. നമ്മളൊരു 12:15 ആയപ്പോൾ ഡനാങ്ങിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ ലഞ്ചിനൊക്കെ ശേഷം സിൽക്ക് ഡ്രസ് മെറ്റീരിയൽ ഉണ്ടാക്കുന്ന ആ ഒരു പ്ലേസിലേക്ക് പോയി. അവിടെ ഈ സിൽക്ക് വോമിനെ വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഓരോ ഫേസസ് ബൈ ഫേസസ് നമുക്ക് അവർ കാണിച്ചു തന്നായിരുന്നു. അതും ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് നമ്മൾ പോയത് ഹോയ് ആൻഡ് ആൻഷ്യൻ ടൗണിലേക്കായിരുന്നു. അതൊരു ആൻഷ്യൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ്. കാണാൻ നല്ല ഭംഗിയായിരുന്നു. അവിടെ ഷോപ്പിങ്ങും പർച്ചേസിങ്ങും അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു. പിന്നെ നമ്മൾ കോക്കനട്ട് ജംഗിളിൽ ഒരു ബോട്ടിംഗ് ഉണ്ടായിരുന്നു. അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു ലാൻഡേൺ ലൈറ്റ്നിങ്. അതും അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മൾ പോയ ടൈമിൽ ഫയർ വർക്ക്സ് ഫെസ്റ്റിവലിൻ്റെ ടൈം ആയതുകൊണ്ട് നമുക്ക് അതും കാണാൻ പറ്റി. ഡേ 6 നമ്മൾ പോയത് ബനാ ഹിൽസിലേക്കായിരുന്നു. അവിടെ ഗോൾഡൻ ബ്രിഡ്ജ് നമ്മളെല്ലാവരും വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ, ഗോൾഡൻ ബ്രിഡ്ജ് കാണാനായിരുന്നു അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അതൊരു യൂറോപ്പ് ടൈപ്പ് ഓഫ് പ്ലേസ് ആയിരുന്നു. കാണുമ്പോൾ തന്നെ നല്ല നാച്ചുറലായിട്ടുള്ള ഒരു അടിപൊളി പ്ലേസ് ആയിരുന്നു കേട്ടോ അത്.
ഇനി ഈ ഒരു സ്ലൈഡിങ് റൈഡിൽ പോയിട്ടുണ്ടായിരുന്നു. അതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. അറിയില്ല അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇത് ഒരിക്കലും മിസ് ചെയ്യരുത്. അവിടെ തന്നെയാണ് ബീർ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു പ്ലേസ്. ബീർ എങ്ങനെ ഉണ്ടാക്കുന്ന പ്ലേസസ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയായിരുന്നു അവിടെ പോയിട്ട് കേട്ടോ. ഇവിടെയാണ് ബീർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതൊരു മാള് പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ തന്നെ അതിനുള്ളൊരു സർവീസൊക്കെ അവരവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവിടെ ഡാൻസ് പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അതും ഒരു വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബനാ ഹിൽസിലെ 1 ഡേ ഫുൾ ട്രിപ്പാണത്. അതിനുശേഷം ആ ഡേ കഴിഞ്ഞു. നമ്മൾ 6 days ആയിരുന്നു നമ്മൾ ട്രിപ്പ്. Day 7th നമ്മൾ ഡിപ്പാർച്ചർ ആയിരുന്നു.